ഹലോ, എന്താ വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാനേ ഉള്ളത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് സാലിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. അപ്പോ വീട്ടിൽ ഇന്നലെ വന്നു. പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ സാലിയുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സാലിനെയും ഉണ്ണി, ഷഹമ, ഫാത്തിമാനെയും കണ്ട് ഒരുപാട് സന്തോഷമായി. നമ്മളിപ്പോ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലോട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാലിക്കുട്ടീനെ എന്താ പറയാ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാലി എവിടെ, എന്താ വിശേഷം, ഉണ്ണിയുടെ വിശേഷം എന്താന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും വിശേഷങ്ങൾ പറഞ്ഞുതരാട്ടാ. അയ്യൂടി ബായു, എല്ലാവർക്കും സലാം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അപ്പൊ ഇന്ന് നമ്മൾ എവിടേക്കാ പോണ്? അതെ, പക്ഷേ അവിടെ ഒരു മനാസ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലോട്ട് സിയാറത്തിനും അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു നേർച്ചയുണ്ട് അല്ലേ. നമ്മള് ഒരു വട്ടം പോയിട്ട് നമ്മൾ ഉണ്ണി ആയതിനു ശേഷം വരാന്ന് പറഞ്ഞിട്ട് ഒരു നേർച്ചയുണ്ട്. അതെ, അതെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ പള്ളി വരുന്ന എവിടെ വെച്ചാല് പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊടുവായൂരം പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോ പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഉറക്കാ എവിടെ ദശമാമ കണ്ടില്ലേ, നല്ല ഉറക്കാണ് പാത്തു. വെച്ചാല് വണ്ടിയിൽ വരിക്കുമ്പോ കൂടുതലും ആളുറങ്ങും. ചെറിയ കാറ്റ് കിട്ടിയ അപ്പൊ ഉറങ്ങും. അപ്പൊ ആ വിശേഷങ്ങൾ നിങ്ങളെയൊക്കെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ളത് പള്ളിക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടാ. എല്ലാവരും കുട്ടി, അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. ടാറ്റാ. പിന്നെ ഒരു സംഭവം, നമ്മളിവിടെ വണ്ടി നിർത്തിയപ്പോഴേ ഒരു വലിയൊരു മരം കണ്ടില്ലേ. ഈ ഒരു മരത്തിലൊരു കായിട്ടാ, എന്ത് കായെന്നൊരു പിടുത്തം കിട്ടണില്ല. കണ്ട, പെട്ടെന്ന് ആപ്പിള് പോലെയുണ്ട്. വലിയ ഫുള്ള് കായാണ്. വലിയ മരാണ്. കഴിക്കണ കായൊന്നും ആയിരിക്കില്ലാന്ന് വിചാരിക്കണോ. വേറെ എന്തോ തരത്തിലുള്ള ആപ്പിള്, പച്ച ആപ്പിൾ പോലത്തെ കണ്ടില്ലേ, കൊറേ ഉണ്ട് ഇവിടെയൊക്കെ. പച്ച ആപ്പിൾ പോലത്തെ എന്തോ കായാണ്. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടുക അല്ലേ. പുതുനഗരത്ത് വീടുള്ളവർക്കൊക്കെ ചിലപ്പോ, അല്ലെങ്കിൽ ഈ കൊടുവായൂർ ഭാഗത്ത് വീടുള്ളവർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണം. അറിയുന്നവർ കമന്റ് ഇടുക. നമുക്ക് നേരെ പള്ളിക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാല്, പള്ളിക്ക് പോകുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചാല്, അവിടെ നമുക്ക് പഴവും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അവിടെ കടയിലായിരുന്നു. അപ്പൊ കുറച്ച് ദൂരം വന്ന് അത് വാങ്ങിയിട്ട് വന്ന് വണ്ടി നിർത്തി പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. അപ്പൊ പുറത്തുനിന്നെങ്കിലും എടുക്കാന്ന് വെച്ചാൽ ആ സംഭവം അപ്പത്തെ ഇതില് വിട്ടുപോയി. പിന്നെ ക്ഷേമാമോള് പെട്ടെന്ന് എണീറ്റു. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ദൂരം കൊണ്ട് വന്നിട്ടാണ് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ പള്ളിയിലൊക്കെ പോയി നമ്മൾ ചന്ദനത്തിലെയും ചീരിനെയും ഒക്കെ ദുവാർക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് അല്ലേ എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ബാക്കിലേക്ക് ഭയങ്കര ചൂട്. അപ്പൊ എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ടേ വന്നിരിക്കും. ഇവിടെ ഒരാൾ ഉറങ്ങണ്ടിട്ടാ. ഉറക്കാം, ഫുള്ളുറക്കം അല്ലേ. ഞങ്ങള് ഭയങ്കര ചൂടായപ്പോ ഹലോ ഹായ് ബറി, ഹായ് ഗായ്സ്, ഹലോ ഗായ്സ് ബറി, ഹായ് ഗായ്സ്, ഹലോ ഗായ്സ്. ഉറക്കം ശരിയായിട്ടില്ല ക്ഷേമ. ആളിത്ര നേരം ഉറങ്ങായിരുന്നു. പിന്നെ കാറ്റ് തട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കത്തിരി കൂടുതലാണ്. ഒന്ന് എണീറ്റിട്ടുണ്ട്, നമുക്ക് വീണ്ടും ഉറങ്ങാം. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ആദവനെ കാണാൻ പോണം അല്ലേ. ഷമീറിനെ അങ്ങോട്ട് പോണം. ഷമീറിന് സിത്തൂരിനെ കാണാൻ പോണം. ചേച്ചാമോള് അവിടെ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചാമോള് ടാറ്റ കൊടുത്തേ. ടാറ്റാ ടാറ്റ കൊടുത്തേ.
നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കട്ടെ, സിദ്ധുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഷെമീർ ഉണ്ട്. ഞാനും ഷെമീറുമാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എന്താ ചായ കുടിച്ചാ? നമ്മള് ഞാൻ പറഞ്ഞില്ലേ, പള്ളിക്ക് പോയിട്ട് പള്ളിയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എടുക്കണമെന്നുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിപ്പോ നേരെ നമ്മളിതാ സിത്തുവിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ചേച്ചാമ്മോള് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടില്ലേ? ചേച്ചാമ്മോള് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. മിഠായി കൊടുക്കാണ് കേട്ടോ ചേച്ച. ഇനി എന്തിട്ടാ അടുത്തതാ? അടുത്തതാ നീ അത് എന്നിട്ടേ പറ്റുള്ളൂ. ചേച്ചി മിഠായി വാങ്ങിക്കുന്ന ഭയങ്കര ഇഷ്ടായി. ആ വാപ്പി കൊടുത്തേ. എന്ത് വലിപ്പം കുറഞ്ഞല്ലോ. ചേച്ചി വേണ്ട വെള്ളം ഇവിടെ ടാറ്റ ടാറ്റ. ചേച്ചാ ചേച്ചാ ചേച്ച മിഠായി കിട്ടിയപ്പോ മിഠായിലാണ്. പേടിച്ചു. കരിമീൻ പേടിയാക്ക്. കരിമീൻ പോവാ നമ്മളവിടെ നിന്ന് പറയില്ലേ, കരിമീൻ അറിയില്ലേ? അപ്പൊ ആളെ നല്ല പേടിയാ. ഹലോ, നാളെ ഷമാന്റെ കാതുകുത്താണ്. അപ്പൊ നാളെ രാവിലെ ഞങ്ങള് നേരെ പോയി കാതുകുത്തില് കഴിഞ്ഞിട്ട് എന്താണ് നേരെ വീട്ടിക്ക് പോകും. അപ്പൊ ഞാൻ ശനിയാഴ്ച കാതുകുത്താൻ പോയപ്പോണ്ടല്ലോ, ഞങ്ങൾ എത്താനായില്ലേ, ഉച്ചയൊക്കെ ആയി. അപ്പോ ഒരുപാട് കുട്ടിക്ക് വേദനിക്കത്ര ഉച്ചക്ക് കാതുകുത്തി കഴിഞ്ഞാല്. അപ്പൊ അതാണ് തിങ്കളാഴ്ച രാവിലെ, ഇന്ന് ഞായറാഴ്ച, തിങ്കളാഴ്ച രാവിലെ പോയിട്ട് കാതുകുത്താൻ വിചാരിച്ചു. അപ്പൊ ഈ കാതില് നാളൊരു ഓട്ട വീഴുണ്ട. ഈ കാതില് നാളൊരു ഓട്ട വീഴും, ചെറുതിന്റെ. ചെറുതാള് കുറുമ്പറ്റിയ അതാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ അതും കൂടി നമുക്ക് കാണാം കേട്ടാ. കാതുകുത്തുന്ന വിശേഷങ്ങൾ കാണാം. കാതുകുത്തണ്ടേ, കാതുകുത്താൻ വന്നിരിക്കാൻ കേട്ടോ അവിടെ. ഷർമാക്ക് കാതുകുത്താൻ വന്നിരിക്കാൻ കേട്ടാ. ഉണ്ണിയും ശാലിക്കുട്ടിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കൊല്ലങ്കോടുള്ളൊരു കടയിലേക്കാണ് വന്നിരിക്കുന്നത്. ടാറ്റ കൊടുത്തേ. കൈ വെക്കി കരിയോ കാലിക്കുട്ടി. കാതുകുത്തെന്ന് പറയുമ്പോ എന്താ പറയാ, ഇന്നലെ കുളിഞ്ഞാന്ന് നമ്മള് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് കുത്താൻ പറ്റിയില്ല. അന്ന് ഭയങ്കര ഉച്ച സമയത്ത്
വെയിലത്ത് കുത്തിയ പ്രശ്നമാണെന്ന് വെച്ചിട്ട് കുത്തിയില്ല. പിന്നെ ഇന്ന് രാവിലെ വന്നിരിക്കും കുത്താന്ന് വെച്ചിട്ട് നോക്കാം നമുക്ക്. പിന്നെ ഇതുവരെ ലേറ്റ് ആക്കിയത് വലിയ സ്റ്റഡുകളൊക്കെ ഇടുമ്പോ മുട്ടാതിരിക്കണ്ടേ, സൈഡ് ചേർന്ന് കഴിഞ്ഞാൽ വൃത്തികേടാവും. ഇപ്പോഴത്തെ കാതുകുത്തല് കഴിഞ്ഞുട്ടാ. കാതുകുത്തല് കഴിഞ്ഞിട്ട് എന്താ പറയാ, ആ കുത്തിയ സമയത്തുള്ള കരച്ചിലാണ്. പിന്നെ കുഴപ്പമില്ല ആൾക്ക്. കാത്തുവിന്റെ കമ്മല് കുത്തി കഴിഞ്ഞിട്ടാ, അത് കുത്തി കഴിഞ്ഞു. കണ്ടില്ലേ, തൊടുന്നില്ല. ഇതിന് വേദനിച്ചാലോന്ന് അറിയില്ല. പക്ഷെ ചോന്നു അല്ലേ, ചോന്നു. ഇപ്പത്തെ മാർക്കിങ്ങും കറക്റ്റാണ്. പാവം ഒരുപാട് കരഞ്ഞു കേട്ടാ. കരഞ്ഞു കണ്ടപ്പോ നമുക്കൊക്കെ സങ്കടം വന്നു. പക്ഷെ ഇപ്പൊ ആള് ഹാപ്പിയാണ് അല്ലേ? ആ, എന്താ പറയാ വീട്ടിക്ക് കരഞ്ഞപ്പോ ഇനിയിപ്പൊ തൊടുമ്പോഴും അനങ്ങുമ്പോഴൊക്കെ വേദന ഉണ്ടാവും. അപ്പൊ നമ്മള് വന്നിരിക്കുന്ന കട കൊല്ലങ്കോട്. കൊല്ലങ്കോട്. അപ്പൊ കാതുകുത്ത് കഴിഞ്ഞു. അടുത്ത പരിപാടി കാണാം. ചേച്ചാമോള് ചാറ്റ കൊടുക്കണ്ട. മോളെ ഇല്ല, ഞാൻ ദേഷ്യത്തിലാണ്. ടാറ്റാ. ചീച്ച ചീച്ച അച്ഛ. അങ്ങനെ കാതുകുത്തൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് പുറപ്പെട്ടിട്ടാ. വീട്ടിലോട്ട് പുറപ്പെട്ടതിന് ശേഷം നമുക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. വാങ്ങാൻ വേണ്ടി DTDC ഞങ്ങളുടെ ഭർത്തൂർ വന്നിരിക്കുക. അപ്പം അത് വാങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തി എന്താ പറയുക, 3-4 ദിവസത്തെ പരിപാടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അവിടെ പള്ളിക്ക് പോയി ഉണ്ണീനെ കാതുകൂത്തല് എല്ലാം കഴിഞ്ഞു അവസാനം വീട്ടിലെത്തി. ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടാ. ഉമ്മനെ കാണിച്ചു തരാം. ഉമ്മ പ്രിപ്പറേഷൻ റെഡിയാൻ പറഞ്ഞതാ. എല്ലാവരോടൊരു വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് വീഡിയോ നിർത്താം. വിശേഷം പറയും. എന്താ വിശേഷം? സുഖമല്ലേന്ന്? ആ സുഖം. ആ എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല? പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ അതെ. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മക്കളൊക്കെ അവരെ ഭാര്യമാര് വീട്ടിൽ പോയിട്ട് ഇന്നലെ വൈകിട്ടെത്തി. ഞങ്ങളെ പോയില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പാപ്പന്മാരൊക്കെ വിളിച്ച് പോയില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും സുഖം എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും ബായ്.